അസ്സലാമു അലൈക്കും. വൈകുന്നേരത്തെ പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണോ ഏതിനാണോ എന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ വൈകുന്നേരത്തെ വീഡിയോസിൽ കാണുക. കുട്ടി അസ്സലാമു അലൈക്കും. കുഞ്ഞിപ്പത്തിൽ ഇത് ഉച്ചക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 12 മണിയായിട്ടായിക്കാവുള്ളൂ. എന്തിനാണോ ഏതിനാണോ എന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ വൈകുന്നേരത്തെ വീഡിയോസിൽ കാണാം. ഇത് നമ്മളെ ഇവിടുത്തെ പെൺകുട്ടികളാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഉരുട്ടി 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 ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഉരുട്ടി 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 ഉരുട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ അതിൽ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ബാക്കി തുടർന്ന് കാണാം. അങ്ങനെ സാബീത ഇപ്പം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കാണണം. ഇപ്പം സമയത്തിലേ ഞാൻ പറഞ്ഞു തരട്ടെ. 12:45 പണ്ടം പറക്കാൻ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ സമൂസ കൊയ്യാട അങ്ങനെ ഉണ്ടാക്കൂല, അതിനാണ് പണ്ടം. അതിന് മസാല ഉണ്ടാക്കുന്ന പേരാണ് പണ്ടം പറക്കുക എന്ന്. ഇപ്പം ഞാൻ വീട്ടിൽ പോയി വന്നതാണ്. അതിനെ ഉള്ളി ജ്യൂസ് അടിക്കുന്ന സാധനം കൈതച്ചക്ക പഴുത്തിക്കില്ല, പഴുക്കലാരും വെക്കുന്നില്ല, അപ്പോഴത്തെ വാങ്ങി കളയുന്നു. അങ്ങനെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. കുറേ വാങ്ങിയിട്ട് ഫ്രിഡ്ജ് എല്ലാത്തിനും നിങ്ങൾക്ക് കാണണം. അവിടുത്തെ കറണ്ടില്ല കേട്ടാ, കറണ്ടില്ല. ഫ്രിഡ്ജ് താഴെ തട്ടുണ്ട്, 3 തട്ടുണ്ട്. 3 തട്ടിലും തിങ്ങി നിറച്ചിട്ടുള്ള കേട്ടാ. ഇതാ ഒരു തട്ടായത്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചനാണ് ഇങ്ങനെ. ബാക്കി വൈകുന്നേരത്തെ പണി നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് പൊരിക്കുന്നു, കഴിക്കുന്നു, എടുക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു. നോമ്പോ രസമല്ലേ, നേരം പോക്ക്. വീഡിയോ എടുക്കുന്ന എനിക്കൊരു നേരം പോക്ക്, കണ്ടുകുത്തിരിക്കുന്ന നിങ്ങൾക്കൊരു നേരം പോക്ക്. അത്രയേ ഉള്ളൂ. കുറ്റം കുറവൊന്നും പറയണ്ട. എന്തിനായി പറയുന്നത്? നിങ്ങൾ നമ്മളെ മുത്തല്ലേ, സത്തല്ലേ, തേനല്ലേ, കരളല്ലേ. ഓക്കെ മക്കളെ, ബായ്. അങ്ങനെ നമ്മളെ കിച്ചൻ്റെ അകത്ത് ഇറങ്ങി എല്ലാം അലക്കി വെച്ചിട്ടുണ്ട്. അലക്കി വെച്ച് നടന്ന് എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നല്ല കൊഞ്ചം ചരുവാണ് കിട്ടിയത്. ഇത് കറി വെക്കണം, പൊരിക്കണം. പുളിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. രാജകുമാരി അങ്ങനെ ഉള്ളിവട പൊരിക്കുന്നുണ്ട്. കുറേ ഉള്ളിവട പൊരിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ആ 23 മാണേനാ, 23 മാണേനാ. നമ്മളെ കുഞ്ഞിപ്പത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിലൊരു കുറേ ഉണ്ട് ആളെ. പൊറാട്ട എല്ലാം വേണം. കുഞ്ഞിപ്പത്തിലൊരു കുറേ ഉണ്ട്. ഇത്രക്കാർ പൊറാട്ട ആണ്. 23 പൊറാട്ട അല്ല. ഓ അതിൻ്റെ ഇടയിൽ ബാതുക്കന്ന് പാലിനെ വിളിച്ചിട്ട് പോയതാണ്. പാല് വിടൽ അടുക്കളയിലല്ല, പാല് കിച്ചൻ്റെ അകത്താണ്. നമുക്ക് മോദി കോഴ്സ് വെച്ചണ്ടേ അവിടെ വെച്ച്. അല്ല ക്യാമറയിൽ നോക്കിയിട്ട് ഡോർ അടന്നുണ്ടല്ലോ, തിരിയുന്നില്ല. നോക്കട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ നമ്മളെ പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മീനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നല്ല കൊഞ്ചം ചാറ് വെക്കുകയാണ്. പൊരിക്കാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു കൊഞ്ചം എക്സ്ട്രാ മേനെ എടുത്തിട്ടുണ്ട്, അത് പിറക്കണം. അങ്ങനെ ഇതുവരെ കോഴിയാട പൊരിച്ച് കഴിഞ്ഞിട്ടില്ല. അല്ല അത് നിന്നും ക്യാമറയിൽ കറുത്തിട്ട് കാണുന്ന, കറുത്തൊക്കൊന്നുമില്ല കേട്ടാ. അവിടെ മുട്ട ഇങ്ങനെ പൊഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബരിഞ്ഞ് പൊരിച്ച മുട്ട. ആ അച്ചറയും കുരുമാലും എന്തെന്നേനും പൊന്നെ. ഇന്നലെ കരയണ്ട കരയല്ലേ, കരൽ പൊട്ടിത്തകരല്ലേ. അങ്ങനെ ഞാനിവിടെ മിക്സി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും അടിക്കണം. ഇത് നല്ലോണം പതപ്പിച്ചിട്ട് അതിൽ പാരണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറികളാണ്. പാത്രം ഇത് കൈവെക്കണം. എല്ലാമാണുള്ളത്. അങ്ങനെ ഫ്രൂട്ട്സുകളെല്ലാം എടുത്തുണ്ടാക്കിയിട്ടുണ്ട് തയ്യാറാക്കാൻ വേണ്ടി. ബത്തക്കൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ പാത്തു എല്ലാം വന്നിട്ടുണ്ട്. ഇതിനില്ല ആരാഴ്ച ഇപ്പം ആ നോമ്പ് എവിടെയോ നോമ്പ് തുറണ്ട് നോക്കിട്ട് എവിടെയാ. അങ്ങനെ നമ്മളെ പാത്തു എല്ലാം വന്നിട്ടുണ്ട്.
ഇതിനില്ല ആരാഴ്ച ഇപ്പൊ ആ നോമ്പ് എവിടെയോ നോമ്പ് തുറണ്ട് എവിടെയാ അങ്ങനെ മേശപ്പുറത്ത് കൊണ്ടാച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാമറയെ കാണുന്നതിനോട്ടല്ല, അടിപൊളി കുഞ്ഞിപ്പത്തിലാണ്. എടാ ആയിക്കില്ല, ബാങ്ക് കൊടുക്കട്ടെ. ബാങ്ക് കൊടുത്തിട്ട് അതൊന്നാ കുഞ്ഞുങ്ങളങ്ങനെ ശീലിപ്പിക്കരുത്. ഓക്കെ, ഇങ്ങനെ പുതിയ ഷൂട്ട് അതുകൊണ്ട് ഇങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറയുടെ സമയത്ത് എന്താ പുതിയ എന്താ മോളെ കുരക്കുന്ന? രാജകുമാരിക്ക് തുമ്മൽ പിടിച്ച്, പാത്തുവിനാണെങ്കിൽ ചമ്മൽ പിടിച്ച് നല്ല അടിപൊളി കൊഞ്ചം പൊരിക്കുകയാണ്. കരിച്ചാളുണ്ടത് ചേട്ടാ. ഇല്ല, ക്യാമറയിലൊക്കെ കരിഞ്ഞിട്ടാണ്, ഇങ്ങനെ കരിഞ്ഞിക്കൊന്നുമില്ല. നിങ്ങൾ ക്യാമറയെ കാണുന്ന നിറമൊന്നുമല്ല, ഞങ്ങൾക്ക് അടിപൊളി നിറമാണ്. എന്ത് നാളെ ഇതിൻ്റെ അകത്ത് മുട്ട ബാക്കിയിട്ട് വെച്ചാൽ എല്ലാം കൊണ്ടാക്കും. ജ്യൂസ് ഉണ്ട്, പാത്രം കൈവെക്കുന്നുണ്ട്. എന്നാളി ഏത് മുട്ട മുട്ട എടുത്തു കൊടുക്കടി. മുട്ടയാ? മുട്ട ഇതിലിടാ. അല്ല, ഇതിൻ്റെ എന്നും ഉണ്ടല്ലോ മക്കളെ. ഇങ്ങനെ ഒഴിച്ചിട്ടെടുക്കൊന്നും വേണ്ട. ഉണ്ടല്ലേ മുട്ടയൊന്നും ഇങ്ങനെ അടങ്ങ മൂടറ്. വെള്ളം ഒലിച്ചാണ്ട വേർപ്പ് കൊണ്ടതിൻ്റെ അങ്ങനെ അടങ്ങ മൂടറ്. മീൻ മുറിച്ച് മീനിട്ടിട്ടും അല്ല മോളെ ഈ അലിയേറ്റം കൊണ്ടത്ര ഞാൻ എന്താന്നാ ഇത് പൊച്ചക്കൊക്കെ ബടക്കായി പോവും മീൻ. ഓക്കെ, ഇല എടുക്കട്ടെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലാക്കുകയാണ്. കാലുകൊണ്ട് ഇങ്ങനെ പുതിയ ഷൂ ആയിട്ട് തന്നെ പോരേണ്ട ഞാൻ ഇപ്പം കൊണ്ടുവന്നത്. ഏതാനും സാബീറ എന്ത് നല്ല ഡാൻസ് കളിച്ചാലും കോമഡി കളിച്ചാലും തമാശ മട്ടാണോന്ന് ചോദിക്കും. മറ്റുള്ളവരൊന്നും ചോദിക്കും മട്ടാണോന്ന്. മട്ടില്ലാത്തവരാരും ചോദിക്കില്ല, മറ്റുള്ളവർ ചോദിക്കും മട്ടാണോ. അപ്പൊ ആയിക്കോട്ടെ, ഇങ്ങനെ എന്തൊക്കാം. ഓക്കെ, പാപം എൻ്റെ പാത്തു എല്ലാ പ്ലേറ്റുകളും ഇങ്ങനെ കൈവെക്കുകയാണ്. എൻ്റെ ഹൃദയം നുറുങ്ങുകയാണ്. എൻ്റെ പാത്തു, ഐ ലവ് യു പാത്തു. പാത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ ഞാൻ കൈവെക്കും. ഇളയ എൻ്റെ മരുമകളാണ് പാത്തു എന്ന് പറഞ്ഞാൽ. അവളിങ്ങനെ പാത്രം കഴുകുന്നത് കാണുമ്പോൾ ഹൃദയം അങ്ങനെ നുറുങ്ങുകയാണ്, പൊട്ടുകയാണ് മക്കളെ. ഇതാ പാത്തുവിന് കുറേ കൈവെക്കാനുണ്ട്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു മുട്ട അധികം തരും കേട്ടാ. പെങ്ങള് കൊടുക്കൂലെന്ന് പറയുന്നത് അതാ പറയുന്നേ അമ്മ. പൊയ്യാപ്പിണ്ട് ഉമ്മാക്കാണ്. അതാണ് ഭർത്താവിൻ്റെ ഉമ്മ ഇല്ലാത്തടത്ത് കല്യാണം പെൺകുട്ടികളെ കഴിച്ചു കൊടുക്കൂലെന്നെല്ലാം പറയുന്നൊക്കെ. അങ്ങനെ എന്തെന്നോ എൻ്റെ ഭർത്താവത്തിൻ്റെ ഇടയിൽ അതാണല്ലോ കമൻ്റ് ഇടും. നിങ്ങളെ വീട്ടിൽ നിങ്ങളുള്ളത് കൊണ്ട് നല്ല സുഖമായിരിക്കും, നല്ല കോമഡി, നല്ല വർത്താനായിരിക്കും. അതുപോലെ നമ്മളെ രാജകുമാരിക്ക് മറന്നുപോയി എന്തെല്ലാം എടുക്കണ്ടേന്ന് എൻ്റെ ഭർത്താവിന് കിട്ടി. നിങ്ങളവരെ ഫുള്ളായിട്ട് കാണിക്കാത്ത വലിയ തലയെ കെട്ടിയിട്ടാണ് ഉള്ളത്. ഷാള് ചോയിൽ കെട്ടിയോലുണ്ട്, ചോയിൽ കെട്ടിയോലുണ്ട്, തട്ട ഇടാത്തോലുണ്ട്. എന്തെന്നാക്കളെ ഞങ്ങളെ കച്ചറങ്ങൾ കാണണം. ഞങ്ങളെ കച്ചറയും കുലുമാലും നോമ്പ് തുറക്കുന്ന നേരത്തുള്ള നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായിരിക്കും. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടാച്ചിട്ടുണ്ട്. ഇതായിരിക്കാ വേറെ എടുത്ത് വെക്കുന്ന പെങ്ങക്ക ഈച്ചയാന്നത്. ഇനി അതിന് മുന്നേ ബാങ്ക് കൊടുക്കാനായിക്കാ ദൂരെ വെച്ചിട്ട് ഞങ്ങൾ കാണാത്ത. ഇന്ന് കുഞ്ഞിപ്പത്തിലും പിന്നെ ഉള്ളിവട ഇവിടെ ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഉള്ളിവട എന്താ ഇവിടെ, അത് നിങ്ങൾ പൊരിക്കുന്നതിനിട്ടൊന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിവടയാണ്. ഇവിടെ എല്ലാവരും ഉള്ളിവട കടിയാണ്, അതുകൊണ്ടാണ് ഉള്ളിവട ഇങ്ങനെ പൊരിക്കുന്നത്. പിന്നെ മുട്ടയാണെങ്കിൽ ഓരോ മുട്ട കഴിച്ചാൽ നോമ്പ് നോക്കാൻ നല്ല എനർജി കിട്ടും. ഒരു കുട്ടി ഇവിടെ തിന്നുന്നുണ്ട് കണ്ട, ചെറിയ 2 വയസ്സായ കുട്ടി നോമ്പിൻ്റെ മുന്നേ തുറക്കുന്നതിൻ്റെ മുന്നേ തിന്നുകയാണ്. ഓക്കെ മക്കളെ നിങ്ങൾ കണ്ട് ഇതെന്താ മക്കളെ ദൂരെ വെച്ചായിട്ട് നിങ്ങൾ അടി കൂടുന്നേനാ? തട്ടി മറിക്കുന്നതിനാണ് ഇങ്ങനെ ദൂരെ 2 ആൾ ദൂരെ വെച്ചിട്ടുണ്ട. ഇവിടെ അടിയാ വില മേശപ്പുറത്ത് തീരെ ഇരിപ്പിച്ചൂടാ. അല്ല അതങ്ങനെ നടക്കണ്ട. ഓക്കെ അമ്മ കിച്ചണിലാണ് ഇങ്ങനെ നടന്നിട്ട് അയ്യോ പണിയെടുക്ക്, ഇതെടുക്ക്, ഇതെടുക്ക് എന്ന് നമ്മള് മരുമക്കളെ അവിടെ ഇങ്ങനെ പറയുകയാണ്. മരുമക്കളെ അടിച്ച് പണിയെടുപ്പിക്കുന്ന ഒരു അമ്മയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. മോളെ പാത്തു, മോളെ ഹസീന എന്ന് വിളിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പൂങ്കാവനമായൊരു അമ്മായിയമ്മയാണിത്. നിങ്ങളെ അതായത് ഇവർക്ക് പൂങ്കാവനമായ അമ്മായിയമ്മയും
നിങ്ങൾക്ക് ഭട്ടും ഭ്രാന്തുമായ സാബിത്രിയും അല്ലേ? എല്ലാവർക്കും അല്ലേ? 95-95% എൻ്റെ മുത്തുമണികളാണ്. അല്ല പൊത്തിപ്പിടിക്കുകയും ഷെയ്ക്കാൻ ചെയ്യും ആദരിക്കുകയും ചെയ്യുന്ന മുത്തുമണികളാണ്. അതിൽ 5 ബേളന്മാർ നിങ്ങൾക്ക് കാണാം. നമ്മൾ കമന്റ് ഇടുമ്പോൾ ബേഡ് കമന്റ് വന്നിട്ട് വട്ടല്ലേ അലാലല്ലേ അറാമല്ലേ വട്ടല്ലേ കുതിര വട്ടമില്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നേ 5 ബേളന്മാരെ കാണാം നിങ്ങൾക്ക്. ഓലെ പുല്ലിന് വില 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 കൽപ്പിക്കൂല. ഓക്കെ ഓക്കെ. പാത്തു കൈ ഇവിടെ വെക്കുന്നുണ്ട്. പാവം പാവം പാത്തു പാവം പാവം. ആ ഓക്കെ മക്കളെ കൈയല്ലേ ഇട്ടുകൊടുത്തുക്കാ. അതിലുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഇന്ന് പൊറാട്ടയാണ് വാങ്ങിയത്. അടിപൊളി പൊറാട്ട പാർസൽ വാങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടെത്തുന്നതാണ്. പൊറാട്ടേനെ കാണിച്ചിട്ടെന്ന് എന്താ ഉണ്ട് നിങ്ങൾ പൊറാട്ടേനെ പൊറാട്ട ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി മീൻകറിയിലേക്ക് കൂട്ടുവാനാണ്. അടിപൊളി മീൻകറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഒക്കെ കൂട്ടാനാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, അങ്ങനെ നമ്മൾ ഇന്ന് പൊറാട്ടയാണ് വാങ്ങിയത്. അടിപൊളി പൊറാട്ട പാർസൽ വാങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടെത്തുന്നതാണ്. പൊറാട്ടേനെ കാണിച്ചിട്ടെന്ന് എന്താ ഉണ്ട് നിങ്ങൾ പൊറാട്ടേനെ പൊറാട്ട ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി മീൻകറിയിലേക്ക് കൂട്ടുവാനാണ്. അടിപൊളി മീൻകറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഒക്കെ കൂട്ടാനാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ഇവിടെ പൊരിഞ്ഞ അടിയാണ്. അടിയും നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഇത് നമുക്ക് ഇതന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ അടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതാണ്. എല്ലാണ്ട് കോഴിയുടെ ഓൻ എടുത്തു കളഞ്ഞ് മറ്റേത് അവൻ എടുത്തു കളഞ്ഞ് ഉണ്ടാ ഓരോരുത്തരൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ. അടി കൂടുന്നതിന് ഇവിടെ പൊരിഞ്ഞ അടി നടക്കലാണ്. എന്നിട്ടും അത് തിന്നുകയില്ല. പ്ലേറ്റിലെല്ലാം ബാക്കി വെക്കും. ഇതാണ് നമ്മൾ അടി. ഓക്കെ, ഇപ്പം നോമ്പ് തൊടാൻ്റെ മുന്നിൽ കുട്ടികളാരും ഇല്ല. ഉണ്ടേനു എല്ലാം എണീറ്റങ്ങ് പോയിട്ടുണ്ട്. വേറെ വേറെ വെച്ചു കൊടുത്തിയാ ദൂരെ. ഇല്ലെങ്കിൽ പൊരിഞ്ഞ അടിയാന്ന്. പൊരിഞ്ഞ അടി തിന്നേയില്ല. തമ്മാമൽ ഓൻ അതെടുത്ത് ഇവനതെടുത്ത് കണ്ടോ.